പുതുവത്സരവുമായി ബന്ധപ്പെട്ട് 7 ചിന്തകൾ പങ്കുവയ്ക്കാനായി ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്, നമ്മോട് മറ്റുള്ളവർ എപ്പോഴും മാന്യമായി പെരുമാറാൻ കടമയുള്ളവരാണ് എന്ന് ചിന്തിക്കാതിരിക്കുക. ആരെങ്കിലും മാന്യമായി പെരുമാറിയാൽ അത് സന്തോഷപൂർവ്വം സ്വീകരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. എപ്പോഴും നാം മറ്റുള്ളവരിൽ നിന്ന് മാന്യവും ബഹുമാനവുമുള്ള പെരുമാറ്റം പ്രതീക്ഷിക്കുന്നുവെങ്കിൽ പലപ്പോഴും നമ്മുടെ മനസ്സിന് മുറിവേൽക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമതായി, ആരെങ്കിലും എന്തെങ്കിലും പ്രത്യേക പരിഗണന കാണിച്ചാൽ അത് നന്ദിയോടുകൂടെ സ്വീകരിക്കുക, അവരോട് നന്ദിയുള്ളവരായിരിക്കുക. പക്ഷേ ഒരു കാര്യം ഒരിക്കലും മറന്നു പോകരുത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നാം ദുഃഖിക്കേണ്ടതായിട്ട് വരും. പ്രത്യേക പരിഗണന കാണിക്കുന്നവർക്ക് ഒരു പക്ഷേ അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ച ചില നിഗൂഢ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി തന്നെ നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. മൂന്നാമതായി, ഒരു വ്യക്തിയെയും വസ്തുവിനെയും വളരെയേറെ ആവശ്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിന് എന്ന രീതിയിൽ ചിന്തിക്കാതിരിക്കുക. വസ്തുക്കളും വ്യക്തികളുമൊക്കെ പ്രതീക്ഷിക്കാത്ത നേരത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയതിരിക്കാം. അതുകൊണ്ട് നമ്മുടെ മനസ്സ് ആ രീതിയിൽ രൂപപ്പെടുത്തി വേണം നാം വസ്തുക്കളും വ്യക്തികളുമായുള്ള നമ്മുടെ ബന്ധത്തെ മനസ്സിലാക്കാനും വളർത്തുവാനും. നാലാമതായി, ജീവിതം വളരെ ചെറുതാണ് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ജീവിതം എപ്പോൾ വേണേലും അവസാനിക്കാവുന്നതാണ്. മരണം വഴി എപ്പോൾ വേണേലും ജീവിതത്തിൽ നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലതും കടന്നു വരാവുന്നതാണ്. ആരോഗ്യം എപ്പോൾ വേണേലും നഷ്ടപ്പെടാം. നാം രോഗിയാണെന്നുള്ള കാര്യം എപ്പോൾ വേണേലും നമുക്ക് അറിവ് കിട്ടിയെന്നിരിക്കാം. അതുകൊണ്ട് ചെറുതാണ് നമ്മുടെ ജീവിതമെന്ന് മനസ്സിലാക്കി അഹങ്കാരം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക, വെറുപ്പ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇന്ന് ചെയ്യേണ്ടത് ഇന്ന് തന്നെ ചെയ്യുക. നാളെ ഞാൻ നന്നാകും, നാളെ എൻ്റെ മദ്യപാനം നിർത്തും, നാളെ ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കും. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ പലപ്പോഴും അവരുടെ ജീവിത അവസാനം വരെ അതൊന്നും നേടിയെടുക്കാറില്ല എന്നതാണ് സത്യം. അഞ്ചാമതായി, സ്നേഹം എന്ന വികാരം വളരെ സ്ഥിരതയില്ലാത്തതാണെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. മറ്റുള്ളവർക്ക് നമ്മോടുള്ള സ്നേഹം വളരെ സ്ഥിരതയില്ലാത്തതാണെന്ന് മനസ്സിലാക്കണം. പല കാരണങ്ങളാൽ അത് നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. നമ്മേക്കാൾ സമ്പത്തുള്ള, നമ്മേക്കാൾ സൗന്ദര്യമുള്ള, നമ്മേക്കാൾ വിദ്യാഭ്യാസമുള്ള, ആരോഗ്യമുള്ള മറ്റൊരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അവർക്ക് നമ്മോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോയേക്കാം. നമ്മുടെ സ്നേഹം അങ്ങനെ ആയിരിക്കണം എന്നല്ല ഇവിടെ സൂചന, പക്ഷേ അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ടെന്ന് നാം സ്നേഹവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു നിത്യ സത്യം ആണ്. ആറാമതായി, പരാജയത്തിൽ നിന്ന് വിജയങ്ങൾ സാധ്യമാണ്. ഒരിക്കൽ പരാജയപ്പെട്ടു എന്ന് കരുതിക്കൊണ്ട്, ഒരു പരീക്ഷയിൽ തോറ്റുപോയി എന്ന് കരുതിക്കൊണ്ട് ഇനി പരിശ്രമം അവസാനിപ്പിക്കരുത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഒരിക്കലും പറഞ്ഞു കിടക്കുകയോ മനസ്സിൽ താലോലിക്കുകയോ ചെയ്യരുത്. പഠിക്കാതെയോ അധ്വാനിക്കാതെയും പലരും സമ്പന്നരായിട്ടുണ്ട്, ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പഠനത്തിനും അധ്വാനത്തിനൊന്നും ഞാൻ പ്രാധാന്യം കൊടുക്കുന്നില്ല, ആ രീതിയിൽ ഒരിക്കലും പറയുകയോ ചിന്തിക്കുകയോ ചെയ്യരുത്. ഏഴാമതായി, നാം വാക്ക് പാലിക്കുക. മറ്റുള്ളവർ വാക്ക് പാലിക്കുന്നവരാണ്, സമയനിഷ്ഠയുള്ളവരാണ്. ഈ കാര്യം ഒരിക്കലും നമ്മുടെ മനസ്സിൽ ചിന്തിക്കരുത്. ചിലപ്പോൾ നാം പ്രതീക്ഷിക്കുന്ന സമയത്തോ പറഞ്ഞ സമയത്തോ ഒന്നും അവർ പ്രത്യക്ഷപ്പെട്ടെന്ന് വന്നേക്കുകയില്ല. അവർ പറഞ്ഞ കാര്യങ്ങൾ അതേപടി ചെയ്തെന്ന് വരികയില്ല. ഒരിക്കലും മറ്റുള്ളവർ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ച് കാര്യങ്ങൾ ചെയ്യുകയോ തീരുമാനമെടുക്കുകയോ കടം കെടുക്കുകയോ ഒന്നും ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വേദനിക്കേണ്ടതായിട്ട് വരും. ഈ 7 കാര്യങ്ങളാണ് പുതുവത്സരവുമായി ബന്ധപ്പെട്ട് എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും അനുഗ്രഹങ്ങൾ.